ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ യുഎസ് നടത്തിയ ആക്രമണം നാശനഷ്ടങ്ങൾക്ക് കാരണമായില്ലെന്ന് പെന്റഗൺ ഇന്റലിജൻസിന്റെ വിലയിരുത്തൽ. യുറേനിയം സമ്പുഷ്ടീകരണം വീണ്ടും ആരംഭിക്കേണ്ട സാഹചര്യത്തിലേക്ക് മാത്രമേ ഇത് ഇറാനെ എത്തിച്ചിട്ടുള്ളൂവെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ശനിയാഴ്ച നടത്തിയ ബോംബാക്രമണത്തിന് പിന്നാലെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടുവെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കണ്ടെത്തലുകൾ പുറത്തുവന്നതിനു ശേഷം ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ സൈനിക ആക്രമണങ്ങളിൽ ഒന്നിനെ താഴ്ത്തിക്കെട്ടാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം യുഎസ് ആക്രമണങ്ങൾക്ക് മുമ്പ് ഇറാനിയൻ കേന്ദ്രങ്ങളിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റു സ്ഥലത്തേക്ക് മാറ്റിയതായി താൻ വിശ്വസിക്കുന്നില്ലെന്ന് നെതർലൻഡ്സിൽ നാറ്റോ മേധാവിയോടൊപ്പം നടത്തിയ പ്രസ്താവനയിൽ ട്രംപ് പറഞ്ഞു. ആക്രമണം വിജയിച്ചില്ലായിരുന്നുവെങ്കിൽ ഇറാൻ ഇസ്രായേലുമായി വെടിനിർത്തലിന് സമ്മതിക്കില്ലായിരുന്നുവെന്നാണ് ട്രംപിന്റെ വാദം. അതൊരു വിനാശകരമായ ആക്രമണമായിരുന്നു. ഇറാനെ അത് വഴിത്തിരിവിലേക്ക് തള്ളിവിട്ടു. അങ്ങനെ തങ്ങൾ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇറാൻ ഒത്തുതീർപ്പിന് തയ്യാറാകുമായിരുന്നോ എന്ന് ട്രംപ് ചോദിച്ചു. ഇറാന് ആണവ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ ബുദ്ധിമുട്ടാണെന്നും അത് പൂർണ്ണമായും തകർന്നുവെന്നും ട്രംപ് വീണ്ടും അവകാശപ്പെട്ടു. ഇറാനിലെ ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിങ്ങനെയുള്ള സുപ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലാണ് യുഎസ് ആക്രമണം നടത്തിയത്. എന്നാൽ ഫോർദോ ആണവ നിലയത്തിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഫോർദോയുടെ കെട്ടിടങ്ങൾക്കും ഭൂഗർഭ സംവിധാനങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.